ഹാഫിൽ ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ല അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ കവി തുടർന്ന് വിവരിക്കുന്നു. ഹയ്യും വഖയ്യൂമും ഫലാ യനാമു വജല്ല അയ്യുഷ്ബിഹുൽ ആനാമു ലാ തബ്ലുഉൽ ഔഹാമു കുൻഹാദാതിഹി വലാ യുകയ്യിഫുൽ ഹിജാ സിഫാതിഹി. ലാ ഹയ്യുൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു. വഖയ്യൂമുൻ എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ആരിലേക്കും ആവശ്യക്കാരനല്ല, അവനിലേക്ക് എല്ലാവരും ആവശ്യക്കാരനായ അങ്ങനെയുള്ള എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു. അജയ്യനാണ്. ഫലാ യനാമു അവൻ ഉറങ്ങുന്നില്ല. വജല്ല അൻ യുഷ്ബിഹു അൽ അനാമു. അനാം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളാണ്. സൃഷ്ടികൾ അവനെ വജല്ല അവൻ മഹോന്നതനാണ്. അൻ യുഷ്ബിഹു അവനെ സദൃശമാക്കുന്നതിനോട് അൽ അനാമു സൃഷ്ടികളോട്, അതായത് അള്ളാഹുവിനെ സൃഷ്ടികളോട് സദൃശമാക്കുന്നതിൽ നിന്ന് അവൻ മഹോന്നതനാണ്. അവനെ അങ്ങനെ സദൃശമാക്കാൻ പറ്റുകയില്ല. ലാ തബ്ലുഗു എത്തിപ്പിടിക്കുകയില്ല അൽ ഔഹാമു ഊഹങ്ങൾ, വഹ്മുകൾ, സങ്കല്പങ്ങൾ, ഇമാജിനേഷൻസ്, കുൻഹദാതിഹി അവൻ്റെ അസ്തിത്വം, അവൻ്റെ ദാത്തിൻ്റെ ആ ഭാവത്തെ ഔഹാമ് ഊഹങ്ങൾ എത്തിപ്പിടിക്കുകയില്ല. ഊഹിച്ചുകൊണ്ട് അവൻ്റെ ദാത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ല. വലാ യുകയ്യിഫു കണ്ടെത്തുകയില്ല, കൈഫിയത്ത് രൂപം കണ്ടെത്തുകയില്ല, അൽ ഹിജ ബുദ്ധി ഇൻ്റലിജൻസ് ബുദ്ധിക്ക് കണ്ടെത്താനാവൂല, രൂപം കണ്ടെത്താനാവൂല. സിഫാത്തിഹി അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ സിഫത്തുകൾ എങ്ങനെ എന്നും അവൻ്റെ ദാത്തിൻ്റെ ഭാവവും ഒക്കെ ഊഹങ്ങൾക്കോ ബുദ്ധിക്കോ ഒന്നും എത്തിപ്പിടിക്കാനോ അത് കണ്ടെത്താനോ കഴിയുകയില്ല. പിന്നെന്താ? നഖല് പ്രമാണങ്ങളിൽ എന്താണോ അവൻ്റെ ദാത്തിനെ സംബന്ധിച്ചും അവൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചും വന്നിട്ടുള്ളത് അതേപടി വിശ്വസിക്കുക. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ യമൂതു അവൻ മരിക്കുകയില്ല. കമാ ഖാല തആല വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂതു. ഫുർഖാൻ അൽ ഫുർഖാൻ 58-ാമത്തെ ആയത്തിൽ കാണാം. വതവക്കൽ നീ ഭരമേൽപ്പിക്കുക അലൽ ഹയ്യി അൽ ഹയ്യിന് മേൽ. ആരാണ് അൽ ഹയ്യ്? അല്ലദീ ലാ യമൂതു മരിക്കാത്ത. അപ്പം ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാതെ ജീവിച്ചിരിക്കുന്നവൻ. വഖാല തആല അല്ലാഹു തആല പറഞ്ഞു ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യു അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഫദ്ഉഹു അതിനാൽ നിങ്ങൾ അവനോട് ദുആ ചെയ്യുക, അവനോട് പ്രാർത്ഥിക്കുക. മുഖ്ലിസീന ലഹു അവനെ തനിച്ചാക്കിക്കൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യുക. അദ്ദീൻ മുഖ്ലിസീന ലഹു അവനെ തനിച്ചാക്കിക്കൊണ്ട്, അദ്ദീൻ സമർപ്പണം, അവനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യുക, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് തേടുക. ഫഹുവ അവൻ അൽ ഹയ്യുല്ലദീ ലം തുസ്ബഖ് ഹയാതുഹു ബിൽ അദം. അപ്പോൾ അവൻ്റെ ഹയാത്ത് എന്നത് അതിൻ്റെ അദമ് ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ജീവിച്ചിരിപ്പില്ലാത്തൊരു കാലല്ല. വഹുവ വലം തുഅഖബ് ബിൽ ഫനായി നാശം കൊണ്ട്, ഇല്ലായ്മ കൊണ്ട് അതിന് ഒരു ഒരു സഫിക്സും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു കാലത്ത് അള്ളാഹു ജീവിച്ചിരിക്കാത്തൊരു കാലമല്ല. അള്ളാഹു ജീവിച്ചിരിപ്പ് ഇല്ലാതിരുന്ന ഒരു മുൻകാലവും ഇല്ല. അപ്പോൾ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഖയ്യൂമുമാണ്. ഫഹുവൽ ഖയ്യൂമു ബിനഫ്സിഹി അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, അജയ്യനാണ്. അൽ ഖയ്യൂമു ലിഗൈരിഹി മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കും. മറ്റുള്ളവർക്ക് അവനെ ആശ്രയിക്കണം, അല്ലാതെ മറ്റുള്ള ഇതിന് നിലനിൽപ്പില്ല. സൃഷ്ടികൾ നിലനിൽക്കുന്നത് അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ ജമീഉൽ മൗജൂദാത്തി മുഫ്തഖിറത്തുൻ ഇലൈഹി അപ്പോൾ എല്ലാ ഉള്ളതും
എന്തൊക്കെ അവിടെ ഉണ്ടോ അതൊക്കെ എല്ലാ സൃഷ്ടികളും അവനിലേക്ക് മുഫ്തഖിറത്താണ്, അവനിലേക്ക് ആശ്രിതരാണ്, ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വഹു അനിയുന്നന, അള്ളാഹു അവരെ തൊട്ടൊക്കെ വനിയാണ്, അള്ളാഹുവിന് അവരൊന്നും ആവശ്യമില്ല. വല ഖിവാമലഹ ഇല്ലാ ബിഹി, സൃഷ്ടികൾക്കൊന്നിനും തന്നെ ഇവിടെയുള്ള എന്ത് സംഗതി ആവട്ടെ, ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ, മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ, എന്താവട്ടെ, ജന്തുക്കളാവട്ടെ സസ്യജാലങ്ങളാവട്ടെ, എന്താണെങ്കിലും അതിനൊന്നും നിലനിൽപ്പില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതായത് അള്ളാഹുവിനെ ആശ്രയിച്ചല്ലാതെ ഒന്നിനും നിലനിൽപ്പ് ഇല്ല. എന്നിട്ട് അവർ ചെയ്തത് എന്താണ്, വചനശാസ്ത്രക്കാർ ചെയ്തത് എന്താണെന്ന് പറയണം. അതിന് ഷറഹിൽ കൊടുത്തിരിക്കുന്ന കവിതകൾ ശ്രദ്ധിക്കുക. جاءوا بها في قالب التنزيه لله كيون كل سفيه قالوا صفات كماله منفية عنه مخافة موجب التشبيه تعطيلهم سموه تنزيها له ليروجوا فاعجب لذا التنبيه والوحي قالوا نسه لا يوجب العلم اليقين فأي دين فيه ما الدين إلا ما عن اليونان قد جئنا به طوبى لمن يحويه نبذوا كتاب الله خلف ظهورهم وبقوا حيارى في ضلال التيه جاءوا بها في قالب التنزيه لله كيون كل سفيه ജാഹു അവർ വന്നു, ബിഹ അതും കൊണ്ട്, അവർ അതുകൊണ്ട് വന്നു. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം ഫി ഖാലബി തൻസീഹി, അള്ളാഹുവിന് നിർഗുണത്വം സ്ഥാപിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചുകൊണ്ടുള്ള ആ മൂഷയിൽ, ഇല്ലാഹി അള്ളാഹുവിന്, കൈ എന്തിന്, യുഗൂന കുല്ല സഫീഹി, എല്ലാ ഭോഷന്മാരെയും മുഴുവൻ വിഡ്ഢികളെയും വഴിതെറ്റിക്കാനായി അവർ ഇത്തരത്തിലുള്ളൊരു വാദം കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, വിശേഷണങ്ങളെ ഭാഗികമായോ മുഴുവനായോ ഒക്കെ നിഷേധിക്കുന്ന പരുവത്തിലേക്ക്. ഖാലൂ സിഫാത്തു കമാലിഹി മംഫിയാ അൻഹു മഖാഫത മുജബിത് തശ്ബീഹി. ഖാലു, ഈ വചനശാസ്ത്രക്കാർ പറഞ്ഞു, സിഫാത്തു കമാലിഹി, അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ വിശേഷണങ്ങൾ, മൻഫിയ, അത് നിഷേധിക്കപ്പെടുന്നതാണ്, അങ്ങനെ സംഭവമല്ല എന്ന്. അൻഹു, അവനെ തൊട്ട്. കാരണം എന്താണ് അവർ പറഞ്ഞത്? മഖാഫത മൂജബിത് തശ്ബീഹി, അവന് സദൃശപ്പെടുത്തൽ, അത് സദൃശപ്പെടുത്തൽ, സൃഷ്ടികളോട് സദൃശപ്പെടുത്തൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ വരുമെന്ന്, അത് നിർബന്ധമാക്കുന്നതിനെ ഭയന്നുകൊണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് അവരെന്താണ് തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അള്ളാഹു സമീഅാണ്, അള്ളാഹു കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളുടെ കേൾവിയുമായി താരതമ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ സിഫത്തിനെ നിഷേധിക്കാൻ പറ്റും. അള്ളാഹു സമീഅ എന്ന് പറയുന്നതും ഒരു സൃഷ്ടി സമീഅാണ്, കേൾക്കുന്നവനാണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ യഥാവിധി മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ തശ്ബീഹ് വരും എന്നും പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ സൃഷ്ടികളോട് സദൃശപ്പെടുത്തൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ വിശേഷണങ്ങളെ അവർ എന്ത് ചെയ്തു? നിരാകരിച്ചു എന്നതാണ്. തഅ്തീലുഹും സമ്മൗഹു തൻസീഹൻ ലഹു ലിയുറവ്വിജു ഫഅജബ് ലിതൻവീഹി. അവരുടെ ഈ താഴ്ത്തീൽ, നിർഗുണത്വം സ്ഥാപിക്കലുണ്ടല്ലോ, അത് അള്ളാഹുവിന് നിർഗുണത്വം സ്ഥാപിക്കൽ, സമ്മഹു, അതിനെ അവർ പേരിട്ടു തൻസീഹൻ ലഹു, അത് നന്നായി തോന്നാൻ വേണ്ടി, ലിയുറവ്വിജു, അതിനെ നന്നായി തോന്നാൻ വേണ്ടിയിട്ട് അവരതിനെ തൻസീഹ് എന്നാണ് പേരിട്ടത്. അള്ളാഹുവിനെ പരിശുദ്ധനാക്കുക എന്നുള്ള നിലക്കാണ് അവർ അത് പറഞ്ഞത്. ഫഅജബ് ലിതൻവീഹി,
ഈ തംവീഹ്, ഈ കൃത്രിമം കാണിക്കലിന് നീ അജബായിക്കൊള്ളുക, നീ സർപ്രൈസ് വിസ്മയിച്ചു കൊള്ളുക. والوحي قالوا نسه لا يجب العلم اليقين فأي دين فيه. എന്നാൽ വഹി ആകട്ടെ, അവർ അഥവാ മുഅത്തിലത്തിന്റെ ആളുകൾ അവർ പറഞ്ഞു അതിൻ്റെ കഴമ്പ് നസ് ഉറപ്പായ അറിവിനെ ഇൽമുൽ യഖീൻ നിർബന്ധമാക്കുന്നില്ല. എന്നാൽ ഏതൊരു ദീനി കാര്യവും അതിൽ വഹി ഉണ്ടല്ലോ, വഹിയാണല്ലോ ദീനി കാര്യം. മദ്ദീനു ഇല്ലാ മഅനിൽ യൂനാന ഖദ് ജിനാ ബിഹി തൂബ ലിമൻ യഹ്വീഹി. അവർ പറഞ്ഞെന്താ, തീർച്ചയായും നാം കൊണ്ടുവന്നതായ ഗ്രീക്ക് ഫിലോസഫി, അതിലുള്ളതല്ലാതെ മറ്റു ദീനില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ പലതും യൂനാനി ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് എടുത്തതാണ് എന്ന് കവി വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് സ്വായത്തമാക്കിയവന ആരോ അവന് തൂബ, അവന് മംഗളം എന്ന്. അവരുടെ വാദഗതികൾ കണ്ടാൽ അങ്ങനെയാണ്. നബദു കിതാബല്ലാഹി ഖൽഫ ളുഹൂരിഹിം വബഖൂ ഹയാറാ ഫീ ളലാലിദ്ദീഹി. അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവരുടെ പിറകിലേക്ക് നബദു വലിച്ചെറിഞ്ഞു, ഖൽഫ ളുഹൂരിഹിം അവരുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങേയറ്റത്തെ വഴികേടിൽ അവർ വിഭ്രാന്തരായി അവശേഷിക്കുകയും ചെയ്തു. അടുത്തെന്താ, ലാ തബ്ലുഗുൽ ഔഹാമു കുൻഹാദാതിഹി വലാ യുകയ്യിഫുൽ ഹിജാ സിഫാതിഹി. ലാ തബ്ലുഗുൽ ഔഹാമു, വഹ്മുകൾ, ഊഹങ്ങൾ, സങ്കല്പങ്ങൾ എത്തിക്കുകയില്ല. കുൻഹാദാതിഹി, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ആ ഭാവത്തെ, അതായത് നിഹായത ഹഖീഖത്തിഹ, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ അതിൻ്റെ പരമയാഥാർത്ഥ്യം അത് സങ്കല്പത്തിൽ എത്തിക്കുകയില്ല. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞത് പോലെ യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. പല പ്രാവശ്യം പറഞ്ഞാണ് ഇതൊക്കെ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, നേരത്തെ പറഞ്ഞതാണ് ആയത്തുകളൊക്കെ. വലാ യുകയ്യിഫുൽ ഹിജാ, ഹിജ എന്ന് പറഞ്ഞാൽ അൽ അഖ്ൽ, ബുദ്ധി. ബുദ്ധി അവൻ്റെ സിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളെ, അതിൻ്റെ രൂപത്തെ അതിന് രൂപപ്പെടുത്താൻ, അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ ബുദ്ധിക്ക് കഴിയില്ല. ലിഅന്നഹു ലാ യഅലമു കൈഫ ഹുവ ഇല്ലാ ഹുവ, അവൻ എങ്ങനെയാണ് എന്ന് അറിയാൻ അവനല്ലാതെ കഴിയില്ല. ഫൽ വാജിബു അലൈനാ, അപ്പോൾ നമ്മുടെ മേൽ നിർബന്ധം എന്താണ്? അയ്യുഹൽ അബീദ്, അല്ലയോ ദാസ, അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ ദാസ, അൽ ഈമാനു ബില്ലാഹി വ അസ്മാഇഹി വ സിഫാത്തിഹി വ ഇംറാറുഹാ കമാ ജാഅത് വഅതിഖാദു അന്നഹാ ഹഖ്ഖുൻ കമാ അഖ്ബറ അല്ലാഹു അസ്സ വജൽ വഅഖ്ബറ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദമു തക്രീഫി വത്തംസീൽ. ലിഅന്ന അല്ലാഹ അസ്സ വജൽ അഖ്ബറനാ ബിഅസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി വലം യുബയ്യിൻ കൈഫിയതഹാ ഫനുസദ്ദിഖുൽ ഖബറ വനുഅ്മിനു ബിഹി വനകിലുൽ കൈഫിയത ഇലല്ലാഹി അസ്സ വജൽ. അപ്പോൾ നമ്മുടെ ബാധ്യത എന്താണ്? നമ്മുടെ ഡ്യൂട്ടി എന്താ? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വഅസ്മാഹി, അവൻ്റെ ഇസ്മുകളും നാമങ്ങളും, വസിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളും, വ ഇംറാറുഹ, അതിന്മേൽ ഇംറാർ ചെയ്യുക, അതിന്മേൽ മാത്രം. കമാ ജാഅത്, വന്നതുപോലെ, ഇങ്ങനെ നസ്സുകളിൽ ഖുർആനിലും ഹദീസിലും വന്നതുപോലെ അതിനെ കണക്കാക്കുക, പരിഗണിക്കുക എന്നാണ്. വഅതിഖാദ്, വിശ്വസിക്കുക, അന്നഹ ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ സിഫത്തുകൾ അതൊക്കെ ഹക്കാണെന്ന് വിശ്വസിക്കുക. കമാ അഖ്ബറ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ അറിയിച്ചതുപോലെ, വഅഖ്ബറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, വഅദമു തക്യീഫി വത്തംസീൽ, അതിന് സദൃശം ഉണ്ടാക്കണ്ട, അതിന് രൂപം ഉണ്ടാക്കണ്ട, അതില്ലാതെ, അതെന്ന് പറഞ്ഞാൽ ഇല്ലാതെ. ലിഅന്ന അല്ലാഹ അസ്സ വജൽ, കാരണം അല്ലാഹു അസ്സ വജൽ അഖ്ബർനാ ബിഅസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, അല്ലാഹു നമുക്ക് അവൻ്റെ ഇസ്മുകൾ, നാമങ്ങൾ പറഞ്ഞു തന്നു, അറിയിച്ചു തന്നു, അവൻ്റെ സിഫത്തുകൾ അറിയിച്ചു തന്നു, പറഞ്ഞു തന്നു. വാഫ് ആലിഹി, അവൻ്റെ പ്രവർത്തികൾ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന അത്രയും നമ്മൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അത് വിശ്വസിക്കുക. അതിൻ്റെ അപ്പുറം വേണ്ട. വലം യുബയ്യിൻ കൈഫിയതഹ, അതിൻ്റെ രൂപം എങ്ങനെ എന്നത് നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. വനുസദ്ദിഖുൽ ഖബറ, അപ്പോൾ ആ ഖബർ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു. വനുഅ്മിനു ബിഹി, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, അത് സത്യപ്പെടുത്തുന്നു. വനക്കിലുൽ കൈഫിയത്തെ അല്ലാഹു അസ്സ വജൽ, കൈഫിയത്ത് എങ്ങനെയാണെന്നുള്ളത് അല്ലാഹു അസ്സ വജലിലേക്ക് നാം ഏൽപ്പിക്കുന്നു.